10ലും +2ലും ഒക്കെ ഇങ്ങനെ മാർക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ അച്ഛന് ചായക്കടയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ചോദിക്കും മോനൊന്നും ആയില്ലേ മോനൊന്നും ആയില്ലേ. കാരണം അവർക്ക് എനിക്കും പറയാൻ ഉത്തരമില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സർക്കാർ ജോലി ആർക്കും ഇല്ല. അപ്പോൾ എനിക്കൊരു ജോലി വാങ്ങാന്നുള്ള ഉറപ്പുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ സഹകാരിക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നത്. കാരണം ആദ്യം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഈ നിമിഷം വരെ റിസൾട്ട് വന്നു ഈ നിമിഷം വരെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് നന്ദി. ഇതില് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ തന്നെയായിരുന്നു. എനിക്ക് ജോലി വേണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സഹകാരി റേസ് പ്ലസിൻ്റെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിലെ ത്രിമൂർത്തികളെന്ന് വേണമെങ്കിൽ വിശേഷിക്കാൻ പറ്റുന്ന പ്രസാദ്, നിരോഷ കരുണാകരൻ, അതുപോലെ നമ്മുടെ അനുശ്രീ എന്നിവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഡിസംബറിൽ പക്ഷേ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് എന്നെ വിളിച്ച ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. നമ്മൾ ആദ്യത്തെ തണ്ടർ ബാച്ച് ഫസ്റ്റ് ബാച്ചിൻ്റെ ആൾക്കാരാണ്. പിന്നെ ഒരു അനൗദ്യോഗികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാച്ചിൻ്റെ മൊത്തത്തിൽ ക്ലാസ് ലീഡറും പ്രസാദായിരുന്നില്ലേ. അവസാനം വരെയും ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനോടൊപ്പം മാർക്ക് അടിസ്ഥാനത്തിൽ എൻ്റെ കുട്ടിയാണ് 1ാം റാങ്ക് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 2ാം റാങ്കാണ്, ഒരേ മാർക്കാണ് അല്ലേ മോളെ. റിട്ടേൺ ടെസ്റ്റിൽ 87 മാർക്ക് സ്റ്റേറ്റ് ടോപ്പർ നമ്മുടെ അനുശ്രീയാണ്. അപ്പോൾ മോളെ നമ്മുടെ ഈ ഒരു വലിയ വിജയം, നമ്മുടെ ഈ സ്റ്റേറ്റ് വൈഡ് നടന്ന ഇങ്ങനെ ഒരു മത്സര പരീക്ഷയിൽ റിട്ടേൺ എക്സാമിനേഷനിൽ ആദ്യം എത്തിയ ഒരു വിജയം ശരിക്കും ആർക്ക് സമർപ്പിക്കുന്ന വിഷയം? ഫസ്റ്റ് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സഹകാരിക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നത്. കാരണം ആദ്യം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഈ നിമിഷം വരെ റിസൾട്ട് വന്നു ഈ നിമിഷം വരെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് നന്ദി. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷം. ഈ വിജയം നീ ആർക്കാണ് സമർപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫാമിലി, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ മെയിനായിട്ട് സാറ്. എനിക്ക് സമർപ്പിക്കണ്ട, എനിക്കല്ല. ഞാൻ ചോദിക്കട്ടെ, മോളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തതാണ് ഇതിന് വേണ്ടിയിട്ട്? എനിക്ക് മോട്ടിവേറ്റ് ചെയ്തതെന്ന് പറയാൻ എനിക്ക് സ്വന്തമായിട്ട് ജോബ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിരോഷ നമ്മുടെ 7ാം റാങ്കാണ്. 7ാം റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, 1ാം റാങ്ക് പ്രതീക്ഷ ആൾക്കാരിൽ ഒരാൾ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസമില്ല അല്ലേ 7ാം റാങ്കായിട്ട്. നിരോഷ ശരിക്കും നമ്മുടെ വിജയം ആർക്കാണ് സമർപ്പിക്കുന്നത്? ഇതില് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ തന്നെയായിരുന്നു. എനിക്ക് ജോലി വേണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത്. പിന്നെ സഹായിച്ച ഇപ്പൊ എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ വല്യമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ആയാലും എനിക്ക് ഒരു പണിയുമില്ല, പഠിച്ചാൽ മതി. അപ്പൊ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ആ സമയം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ ഫുള്ള് യൂട്ടിലൈസ് ചെയ്തു. റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തു. നമ്മുടെ ഈ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും, ഞാൻ തുടക്കത്തിലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതാൻ പോകുന്നൊരു വലിയ കഥയാണ്. ആ കഥ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ വിജയത്തിന് ശേഷമാണ്. അപ്പോൾ അത് എഴുതി തുടങ്ങേണ്ടത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ്. അപ്പോൾ ആ കഥയെ ഒന്ന് സമറൈസ് ചെയ്യാം പ്രസാദേ. കാരണം പ്രസാദ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പഠിത്തം മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെയാണ്. അപ്പോൾ പ്രസാദിന് എന്തായാലും ഒരു ലോങ് സ്റ്റോറി ഉണ്ടാവും, അത് പറയാനുള്ള സമയമാണ്. എനിക്ക് ഇത് ഈ PSCയിലേക്ക് ഫീൽഡിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പല നാട്ടിലത്തെ ഓരോ പണിക്കിനൊക്കെ പോണ സമയത്ത് ഇങ്ങനെ 10ലും +2ലും ഒക്കെ ഇങ്ങനെ മാർക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ അച്ഛന് ചായക്കടയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ചോദിക്കും മോനൊന്നും ആയില്ലേ മോനൊന്നും ആയില്ലേ. കാരണം അവർക്ക് എനിക്കും പറയാൻ ഉത്തരമില്ല, എന്ത് ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനെ ഓരോ വീട്ടിൽ ഓരോ പണിക്ക് പോകുന്ന സമയത്ത് വീട്ടിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കിയിട്ട് പഠിക്കാനുള്ള ഇതല്ല. നമുക്ക് നീടുണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്തി പഠിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സർക്കാർ ജോലി ആർക്കും ഇല്ല. അപ്പോൾ അന്നന്ന് പണിയെടുത്ത ജീവിതം അന്നന്ന് തീർക്കാനുള്ള തരത്തിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ജോലി വാങ്ങാന്നുള്ള ഉറപ്പുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഇങ്ങനെ പല PSC പരീക്ഷകൾ എഴുതും. ഒന്നും അങ്ങനെ പ്രിപ്പയർ ആയിട്ട് ഇല്ല, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനെ കുറിച്ച് അറിഞ്ഞത്, സാറിൻ്റെ ഇതിലൂടെ അറിഞ്ഞത്. അങ്ങനെ ഇതിലൂടെ ജോയിൻ ചെയ്ത് എനിക്ക് ചില സമയത്ത് ക്ലാസ് പകൽ സമയം കാണാൻ പറ്റില്ല, കാരണം എനിക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ ചില ഒഴിവ് കിട്ടുന്ന സമയത്താണ് ക്ലാസ്സുകളൊക്കെ കണ്ടു തീർക്കുക.
എന്നിട്ട് ഡെയിലി എക്സാമ്പിൾ അറ്റൻഡ് ചെയ്യും, വീക്കിലി എക്സാമ്പിൾ അറ്റൻഡ് ചെയ്യും, പിന്നെ മന്ത്ലി എക്സാമ്പിൾ. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കിത് എത്രത്തോളം നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നാളത്തേക്ക് ഒന്നും വെക്കരുത്. നാളെ പഠിക്കാനുള്ളത് ഇന്ന് പഠിക്കുക, ഇന്ന് പഠിക്കാനുള്ളത് ഇപ്പം പഠിക്കുക. ആ ഒരു ചിന്താഗതിയോട് കൂടി വേണം നമ്മൾ PSCയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും പറയാറുള്ളത് പഠിക്കുക, അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക, റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു റിഫൈൻമെൻറ്റ് ഉണ്ടാക്കി തന്നത് എന്താണ്? ക്ലാസ് ആണോ, എക്സാംസ് ആണോ, അല്ലെങ്കിൽ റിവിഷൻ എക്സാംസ് ആണോ? എന്താണ് നിരോഷയ്ക്ക് ഏറ്റവും കൂടുതൽ കീ ആയിട്ട് ഫീൽ ചെയ്തത്? ഞാൻ മെയിൻലി ചെയ്തത് ക്ലാസ് കണ്ടു. ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് ചീപ്പായിട്ട് നമുക്ക് കിട്ടും ഓൺലൈൻ. അപ്പോൾ ടെക്സ്റ്റ് വായിക്കും, ക്ലാസ് കാണും, ടെക്സ്റ്റ് വായിക്കും, പിന്നെ റിവിഷൻ ചെയ്യും. മെയിൻലി റിവിഷനാണ് മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മൾ റിവിഷന് കൊടുക്കാതെ നമുക്ക് ഒരു കാരണവശാലും എത്തിച്ചേരാൻ പറ്റത്തില്ല. അതോടൊപ്പം മറ്റൊരു പ്രത്യേക കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നല്ലോ. ഞാൻ തുടക്കത്തിൽ പറയുന്ന പരിപാടിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി മനസ്സിൽ പഠിക്കില്ലായിരുന്ന? പഠിക്കുമായിരുന്നു. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കറിയാം ഇവരുടെ ഒരു പഠനത്തിൻ്റെ രീതി എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിച്ച സ്ട്രാറ്റജിയും കൂടെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ബേസിക്കലി ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ ഓരോ ലൈനും പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനും ഫ്രെയിം ചെയ്യണം, ഓപ്ഷൻസും ഫ്രെയിം ചെയ്ത് നമ്മൾ വെക്കണം. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി മെത്തേഡാണ്. കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് കണ്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് ഫുൾ മാർക്ക് കിട്ടിയാൽ കളയുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ക്ലാസ് നമ്മൾ കാണുകയോ പഠിക്കുകയോ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ആ ഓപ്ഷൻസ് വന്നെന്നും എന്തുകൊണ്ട് വന്നില്ല എന്നും ഇതുകൊണ്ട് മറ്റൊരുത്തനെ എങ്ങനെ കുഴപ്പിക്കാമെന്നും കൂടെ ചിന്ത നമ്മുടെ തലയ്ക്ക് തിളങ്ങണം. അപ്പോൾ നമുക്ക് സംശയം വരും അല്ലേ? പഠിച്ചപ്പോൾ കിട്ടാത്ത സംശയം നമുക്കിപ്പോൾ വരും, ചോദ്യം ഉണ്ടാക്കാൻ വരും. അതും കൂടെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റഡി, നിങ്ങളുടെ പെർഫോമൻസ് അസാധ്യ നിലവാരത്തിലേക്ക് വരും. അതെല്ലാം വിജയികളുടെ വാക്കുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്മകൾ ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് വെൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇനി ഒരു പക്ഷേ പരീക്ഷ എത്ര തന്നെ നീണ്ടുപോയാലും നിങ്ങളുടെ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. താങ്ക് യു.